നമസ്കാരം. ഈ വാർത്താദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന വാർത്താമഴ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചത് അടിമുടി പിഴവ്. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ കൊച്ചി CBI ഓഫീസിലേക്കാണ് അയച്ചത്. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് പിഴവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ വൈകിട്ടോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പിഴവാണ് എന്ന തരത്തിലേക്കാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, നിലവിൽ ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഉദ്യോഗസ്ഥർത്തിലുണ്ടായ പിഴവ് എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പ്രാഥമികമായി വിലയിരുത്തലെന്ന് പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണത്തിന് വിജ്ഞാപനം മാത്രമാണ് CBIക്ക് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത് നിരത്തിലേക്കായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇതിൽ ഈ കേസ് അന്വേഷണത്തിന്റെ സ്ഥിതിവിവരം അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രൊഫോമ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് അയച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം വഴിമുട്ടിയെന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങൾ അത് ഈ സിദ്ധാർത്ഥന്റെ പിതാവും നടത്തിയതോടുകൂടിയാണ് ഈ സംഭവം കൂടുതൽ വിവാദമായതിന് പിന്നാലെ പ്രൊഫോമോ റിപ്പോർട്ട് ഏറ്റവും പെട്ടെന്ന് അയക്കാനുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇമെയിൽ മുഖേന ഈ വിവരങ്ങൾ, അതായത് പ്രൊഫോമ റിപ്പോർട്ടും വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ അയച്ചു എന്നുള്ളതാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വലിയൊരു ഗുരുതരമായിട്ടുള്ള പിഴവ് കൂടി ഈ മണിക്കൂറിൽ വാർത്തയായി പുറത്തു വരുന്നുണ്ട്. അത് ആദ്യം വിജ്ഞാപനം ഉൾപ്പെടെയുള്ള രേഖകൾ അയച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കല്ല, പകരം കൊച്ചി CBI ഓഫീസിലേക്കാണ് എന്നുള്ളതാണ് ഈ പിഴവായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പകരം അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലും അതേപോലെ തന്നെ CBI ഡയറക്ടറുമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ പിഴവ് പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ആ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ അതും വിജ്ഞാപനവും അടക്കം ചേർത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതേപോലെ തന്നെ CBI ഡയറക്ടർക്കും അയക്കുകയായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. വിവാദമായതിനും സർക്കാരിന് തലവേദനയായതിനും പിന്നാലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ വിശദമായ അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. അനുജ, അതെ, JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് അടിമുടി പിഴവ് സംഭവിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ കൊച്ചി CBI ഓഫീസിലേക്ക് അയച്ചു എന്നത് ഇന്ന് നടത്തിയ പരിശോധനയിൽ മാത്രമാണ് കണ്ടെത്തിയത്. തുടർന്നാണ് വൈകിട്ടോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട് ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാർ ഇന്ത്യക്കാരെന്ന് സൂചന. രാജേഷ് ഉണ്ണി എന്ന മലയാളിയുടെ സൈനജി മറൈൻ എന്ന ഗ്രൂപ്പാണ് കപ്പൽ മാനേജ് ചെയ്യുന്നത്. കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വൻകിട ഗ്രൂപ്പായ മേഴ്സ്ക് ആണ് ഈ കപ്പൽ ചാർട്ടർ ചെയ്തത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി. മധു, ഇതിൽ ജീവനക്കാർ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇതിലെ ജീവനക്കാര് മുഴുവൻ പേരും ഇന്ത്യക്കാരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 18-20ഓളം പേർ മലയാളികളാണെന്നും പറയപ്പെടുന്നുണ്ട്. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ മാനേജ്മെന്റ് കമ്പനിയാണ് ഈ കപ്പലുകളുടെ ഈ നിയന്ത്രിക്കുന്നതും ഒക്കെ. അവർക്ക് ഏതാണ്ട് 300-ൽ പരം കപ്പലുകളുടെ മാനേജ്മെന്റ് ഈ കമ്പനി സിനർജി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എന്നാൽ കപ്പലിന്റെ ഉടമസ്ഥാവകാശം സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഗെയ്സ് ഓഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ന് പുലർച്ചെ പ്രാദേശിക സമയം 1:30 ഈ ചരക്ക് കപ്പൽ ഈ ബാൾട്ടിമോറിലെ പാലം തകർത്തത്. 7 പേർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. 2 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ അവസ്ഥ ഗുരുതരമാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഉറപ്പായിട്ടും മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഈ ഭീകര ആക്രമണം ആ രീതിയിലുള്ളതൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ബൈഡനെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ വേലിയേറ്റവും ഈ ഡീസൽ വെള്ളത്തിൽ കലർന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അനുജ, അമേരിക്കയിൽ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തുവന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഛത്തീസ്ഗഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സുധാ രാമകൃഷ്ണൻ മത്സരിക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇവിടെയും എല്ലാവരും കാത്തിരുന്ന 2 മണ്ഡലങ്ങളില്ല, അമേഠിയും റായ്ബറേലിയും.
അനുജ, അത്തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 മണ്ഡലങ്ങൾ, ഛത്തീസ്ഗഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളാണ് പട്ടികയിലുള്ളത്. ഛത്തീസ്ഗഡിലെ സുർഗുജ, അതോടൊപ്പം തന്നെ റായ്ഗഡ്, കൂടാതെ ബിലാസ്പൂർ എന്നീ മണ്ഡലങ്ങൾ, കൂടാതെ കൻകേർ മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ മയിലാടുതുറ, ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേഠി, റായ്ബറേലി ഇവയൊക്കെ തന്നെ 5ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഘട്ടങ്ങളിൽ മാത്രമേ അമേഠിയിലും റായ്ബറേലിയും സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുകയുള്ളൂ. നാളെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കാനിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി ഈ സീറ്റുകളെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് നാളത്തെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ചയാകും. അതിനുശേഷം ഒരു പക്ഷേ വൈകാതെ നാളെയോ മറ്റന്നാളോ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ 7ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അതിലും അമേഠിയും റായ്ബറേലിയുമില്ല. ഛത്തീസ്ഗഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. റഷ്യൻ മനുഷ്യക്കടത്തിനിരയായ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ 2 മലയാളികൾ ഇന്ത്യൻ എംബസിയിലെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ, പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരാണ് മോസ്കോയിലെ എംബസിയിലെത്തിയത്. താത്കാലിക യാത്രാരേഖ വഴി ഇവരെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം. റഷ്യയിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് അഞ്ചുതെങ്ങ് പൂവാർ സ്വദേശികളെ യുദ്ധഭൂമിയിലെത്തിച്ചത്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യനും ഡേവിഡ് മുത്തപ്പനുമാണ് ഇന്ന് ഇന്ത്യൻ എംബസിയിൽ എത്തിയത്. ഇരുവരും താത്കാലിക യാത്രാരേഖകൾക്കായി അപേക്ഷ നൽകി. എംബസിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പേപ്പറൊക്കെ വാങ്ങിച്ചു കേട്ടോ. പേപ്പറും ഫോട്ടോ അതൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഫോമൊക്കെ പൂരിച്ച് കൊടുത്തിട്ടുണ്ട്. എംബസിയിലെത്തിയവർ ഉടൻ നാട്ടിലെത്തും എന്നാണ് പ്രതീക്ഷയെന്നും വാർത്ത ആശ്വാസം നൽകുന്നതാണെന്നും പ്രിൻസിന്റെ മാതാവ് നിർമ്മല. യുദ്ധഭൂമിയിൽ വെച്ച് പ്രിൻസിന് മുഖത്ത് വെടിയേൽക്കുകയും ഡേവിഡിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശികളായ ടിനു പനിയടിമ, വിനീത് സിൽവ എന്നിവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സീനിയർ റെസിഡന്റ് ഡോക്ടർ തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിനി അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, എന്താണ് ഇതിന് കാരണമെന്നതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജിന് സമീപത്തെ PT ചാക്കോ നഗർ ഫ്ളാറ്റിലായിരുന്നു ഡോക്ടർ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഈ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. ഈ ഫ്ളാറ്റിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് അഭിരാമി താമസിക്കുന്നത്. വീട്ടുകാർ വൈകിട്ടോട് കൂടി തന്നെ ഈ ഡോക്ടറെ വിളിച്ചിരുന്നു. പക്ഷേ ഫോണിൽ കിട്ടാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിന്റെ താഴെ മുറിയിലുള്ള ആളെ ബന്ധപ്പെടുകയും ഇക്കാര്യം അന്വേഷിക്കാൻ പറയുകയും ചെയ്തത്. അങ്ങനെ ഈ അഭിരാമി താമസിച്ചിരുന്ന മുറിയിൽ എത്തുമ്പോഴാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മരണത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജ് OPയിൽ ഉൾപ്പെടെ ഈ ഡോക്ടർ അഭിരാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത്തരത്തിലൊരു മരണം എങ്ങനെയായിരുന്നു എന്നതാണ് സഹപ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും മൊഴിയടക്കം രേഖപ്പെടുത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്താമെന്ന വിശദീകരണമാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസും അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയാണ് അഭിരാമി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെയാണ് ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളനാട് സ്വദേശിനി അഭിരാമിയാണ് മരിച്ചത്. അമിത അളവിൽ അനസ്തീസിയ കുത്തിവെച്ചതാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. എന്നാൽ എന്താണ് ഇതിന് കാരണം, ഇതിലേക്ക് നയിച്ചത് എന്ത് എന്നതിലൊന്നും വിശദാംശം പുറത്തു വന്നിട്ടില്ല. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക സെഗ്മെന്റ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം.
കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇന്ത്യ മുന്നണി വന്നാൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് AK ആന്റണി പറഞ്ഞു. പൗരത്വ നിയമത്തിന്റെ പേരിൽ LDFും UDFും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമ ഭേദഗതി വരാനിരിക്കുന്ന ആപത്തുകളുടെ തുടക്കമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്ന് AK ആന്റണിയുടെ മറുപടി. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും, അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ KPCC ആഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ പൗരത്വ നിയമ ഭേദഗതിയിൽ LDFിന്റേതും UDFിന്റേതും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമെന്ന് വിമർശിച്ചു. രാഹുൽജിക്ക് കഴിഞ്ഞ തവണ 2019 വലിയ വിശ്വാസം വയനാട്ടുകാർ നൽകി. ഇത്രയധികം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു. അന്ന് വോട്ടർമാർ വിചാരിച്ചത് പാവപ്പെട്ടവരാണ്, ആദിവാസികളാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്, സാധാരണ മനുഷ്യരാണ്, ഞങ്ങളെ സഹായിക്കാൻ രാഹുൽജി ഉണ്ടാവുന്നായിരുന്നു. അദ്ദേഹത്തെ എവിടെയും കാണാനില്ല. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെതിരെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. കേരളത്തിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. നീതീകരണമില്ലാത്ത അന്ധമായ ഇടതുപക്ഷ വൈരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് BJPയും കോൺഗ്രസും കൈകോർത്ത് പിടിക്കുന്ന വിചിത്രമായൊരു ചിത്രമാണ് കേരളത്തിലെ ചിത്രം. അതേസമയം വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയുള്ള കോവിഡ് കള്ളി പരാമർശത്തിൽ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച് CPIM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി VN വാസവൻ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ CITU സംസ്ഥാന സെക്രട്ടറി PB ഹർഷകുമാർ മുൻ MLA പത്മകുമാറിനെ പിടിച്ചു തള്ളിയെന്നാണ് വാർത്ത. മന്ത്രി VN വാസവൻ പങ്കെടുത്ത യോഗത്തിനു ശേഷമായിരുന്നു കയ്യാങ്കളി. വാർത്ത പുറത്തുവന്നതോടെ CPIM ജില്ലാ നേതൃത്വം ഇത് നിഷേധിച്ചു. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി വ്യാജ വാർത്തയാണ്, അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുന്നത് ഇതാദ്യമായല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. കയ്യാങ്കളി സംഭവം മന്ത്രി VN വാസവനും നിഷേധിച്ചു. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പത്മകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചാണ്. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ അനിഷ്ട സംഭവങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി VN വാസവൻ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തൽക്കാലം നടപടി വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്ത ദിവസം പത്തനംതിട്ടയിൽ എത്തും. 24 പത്തനംതിട്ട. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ സീറ്റിനെ ചൊല്ലി തർക്കം. കോൺഗ്രസിന്റെ 2 സീറ്റുകളിൽ ശിവസേനയും NCPയും അവകാശവാദം ഉന്നയിച്ചതാണ് തർക്കത്തിന് കാരണം. പ്രതിപക്ഷ സഖ്യത്തിൽ ചേരാനുള്ള നീക്കങ്ങൾ ഫലം കാണാതായതോടെ തുടർ നീക്കം പ്രഖ്യാപിക്കാൻ പ്രകാശ് അംബേദ്കർ നാളെ വാർത്താസമ്മേളനം വിളിച്ചു. ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാതോശ്രീയിൽ ചേർന്ന MVA യോഗത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതോടെയാണ് തർക്കം ഗുരുതരമാണെന്ന സൂചന പുറത്തുവന്നത്. ചർച്ചകളിലെ പതിവ് മുഖങ്ങളായ PCC പ്രസിഡന്റ് നാനാ പട്ടോളയും മുതിർന്ന നേതാവ് ബാലാസാഹേബ് തോറോട്ടുമാണ് യോഗത്തിനെത്താതിരുന്നത്. കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന സാംഗ്ലി സീറ്റിൽ ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രകോപനങ്ങളിലൊന്ന്. സീറ്റ് ചർച്ച തീരും മുമ്പ് നടന്ന പ്രഖ്യാപനം വെല്ലുവിളിയായി കാണുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJPയോട് തോറ്റെങ്കിലും 2009 കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് സാംഗ്ലി. ഭീവണ്ടി മണ്ഡലത്തിൽ NCP അവകാശവാദം ഉന്നയിച്ചതാണ് മറ്റൊരു തർക്കം. ഇതും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. തർക്കം സംസ്ഥാന നേതൃത്വം AICCയെ അറിയിക്കും. അതേസമയം പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡിയെ സഖ്യത്തിലെടുക്കാനുള്ള നീക്കങ്ങളും ഫലം കണ്ടില്ല.
4 സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന് MVA നേതാക്കൾ നിലപാടെടുത്തതോടെ അവരുമായി തൽക്കാലം സഹകരിക്കേണ്ടെന്ന് പ്രകാശ് അംബേദ്കർ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. നാളെ അക്കോളയിൽ മാധ്യമങ്ങളെ കണ്ട് തുടർ നീക്കം പ്രഖ്യാപിക്കും. 24 മുംബൈ. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി. ED പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് നൽകുന്നതിനുള്ള നിയമോപദേശം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. വരുൺ ഗാന്ധിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിവിധ മണ്ഡലങ്ങളിലെ NDA വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ചുള്ള പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തിലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസു കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. Sir, please could you do something against this, sir? Professor Sursuji, our government will take strict action against everyone involved, and we will ensure that the poor get justice. So on behalf of me, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. പശ്ചിമ ബംഗാളിൽ മികച്ച വിജയം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും BJP ആരംഭിച്ചു. സന്ദേശ് ഖലി സമരങ്ങളിലെ മുന്നണി നേതാവും ബസീർഗഡ് സ്ഥാനാർത്ഥിയുമായ രേഖാ പത്രയെ പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് ഫോണിൽ വിളിച്ച് വിജയമുറപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കോൺഗ്രസിന് തിരിച്ചടിയായി പഞ്ചാബിൽ നിന്നുള്ള MP BJPയിൽ ചേർന്നു. ലുധിയാന MP രവനീത് സിംഗ് ആണ് BJPയിൽ ചേർന്നത്. അരവിന്ദ് കെജ്രിവാളിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിൽ രവനീത് സിംഗ് അതൃപ്തി പരസ്യമാക്കിയിരുന്നു. രാജസ്ഥാൻ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് 6ാം ഘട്ട പട്ടികയിൽ BJP ഉൾപ്പെടുത്തിയത്. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് MLAമാർക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്ത്, കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BJP ഇന്ന് പ്രഖ്യാപിച്ചു. 3 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായി. സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയിലുള്ള വരുൺ ഗാന്ധിയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. പാർട്ടിയുടെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും ഇന്ത്യ മുന്നണി വ്യക്തിഹത്യ നടത്തുകയാണെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിക്കാൻ KPCC നിർദ്ദേശം. സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ PCCകൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. എന്നാൽ ഈ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ വിലയിരുത്തൽ. BJPയും CPIMും ഇറക്കുന്നത് പോലെ പണം ഇറക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സാധാരണഗതിയിൽ 3 ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു. പ്രചരണ സാമഗ്രി തയ്യാറാക്കൽ, സ്ഥാനാർത്ഥികളുടെ പര്യടനം, നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല. ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സമ്മതിച്ചതോടെയാണ് KPCC സ്വന്തം വഴി തേടുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീട് കയറുന്നതിനൊപ്പം പണപ്പിരിവ് കൂടി നടത്താമെന്നാണ് നിലവിലെ തീരുമാനം. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അവർ സഹായിക്കും, അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും, അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും. ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും. നിലവിൽ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്നത്. സമീപകാലത്ത് K കരുണാകരൻ മന്ദിരം, INTUC ഫണ്ട് എന്നിവയ്ക്കാണ് കോൺഗ്രസ് പിരിവ് നടത്തിയത്. സമരാഗ്നി പര്യടനത്തിനായി ഓരോ മണ്ഡലം കമ്മിറ്റിയും ഓരോ ലക്ഷം രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് കാര്യക്ഷമമായി നടക്കാത്ത പശ്ചാത്തലത്തിലാണ് കൂപ്പൺ അടിച്ച് പിരിവ് നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനായുള്ള കൂപ്പണുകൾ ബൂത്ത് തലങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിനെതിരെ AAP പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം ശക്തമാക്കി. അഴിമതിക്കാരനെ ജയിലിൽ കിടന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് BJP നേതാവ് ഹർഷവർദ്ധൻ 24നോട് പറഞ്ഞു. ED കസ്റ്റഡിയിൽ നിന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് സമർപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള ആഹ്വാനം ഏറ്റെടുത്ത് പഞ്ചാബിൽ നിന്നടക്കം എത്തിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഡൽഹി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ പോലീസ് വലിച്ചിഴച്ചു. പ്രതിഷേധത്തോടനുബന്ധിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും മെട്രോ സ്റ്റേഷനുകൾ അടച്ചും പോലീസ് പ്രതിരോധം തീർത്തു. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം ശക്തമാക്കി.
അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെ ജയിലിൽ നിന്നും ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഹർഷവർദ്ധൻ 24-നോട്. That he should resign from his post and give the responsibility to another person. If he gives the responsibility to another person, his government is going to stay. ED ആസ്ഥാനത്ത് ലോക്കപ്പിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എങ്ങനെ ജലവിതരണം ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ട ഉത്തരവിറക്കി എന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉത്തരവിറക്കി. മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനകളും മരുന്നും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുന്ന ഉത്തരവ് മന്ത്രി സൗരഭ് ഭരദ്വാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. और कुछ लोगों की तो दवाइयां ऐसी हैं जो जब तक जिएंगे तब तक उनकी दवा चलेगी. किडनी की जिनको बीमारियां हैं, जब तक जिएंगे तब तक डायलिसिस होगा, जब तक जिएंगे दवा चलेगी. ब्लड प्रेशर की दवा है, डायबिटीज की दवा है, इस तरह की कई ऐसी चीजें हैं. ED കസ്റ്റഡിയിൽ പോലും കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. 24 ഡൽഹി. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിൽ ലിംഗവിവേചനം. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുക്കണമെന്ന് മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് പറഞ്ഞു. അതിനിടെ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. തന്റെ നൃത്തത്തോടെ മോഹിനിയാട്ടം കലാമണ്ഡലത്തിന്റെ പടിക്കകത്തെത്തിയെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. UGC മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസമത്വം കേരള കലാമണ്ഡലത്തിൽ അട്ടിമറിക്കപ്പെടുന്നുവെന്ന കലാമണ്ഡലം മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് ചൂണ്ടിക്കാട്ടുന്നു. മോഹിനിയാട്ടത്തിന്റെ പദങ്ങൾ ഉൾപ്പെടെ സ്ത്രീ കേന്ദ്രീകൃതമായി ചിട്ടപ്പെടുത്തിയതാണ്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് കലാമണ്ഡലത്തിൽ പുരുഷന്മാർക്കും മോഹിനിയാട്ടം അഭ്യസിക്കാൻ അവസരമൊരുക്കണമെന്ന് ഗ്രാമപ്രകാശ് ആവശ്യപ്പെട്ടു. കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ചില ഫ്യൂഡൽ മൂല്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ കലാമണ്ഡലത്തിൻ്റെ ഒരു ഉള്ളിലൊരു സിവിൽ സൊസൈറ്റി ഇല്ല. സർവകലാശാല തലത്തിൽ ലിംഗനീതി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനിടെ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു മോഹിനിയാട്ടം സംഘടിപ്പിച്ചത്. കൂത്തമ്പലത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്റെ നൃത്തത്തോടെ മോഹിനിയാട്ടം കലാമണ്ഡലത്തിന്റെ പടിക്കകത്തെത്തിയെന്ന RLV രാമകൃഷ്ണൻ. എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ്. കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് 2007 മുതൽ 2017 വരെയാണ്. അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു. ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു. ഇന്നേക്ക് ഏകദേശം പടിക്കകത്തായിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങും. തീർച്ചയായിട്ടും അടുത്ത വർഷം മുതൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടത്തിന് പ്രവേശനം നൽകുമെന്ന കലാമണ്ഡലം അധികൃതർ അറിയിച്ചതായി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു. തീരുമാനം നടപ്പായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് ആലോചന. കൂത്തമ്പലത്തിലെ മോഹിനിയാട്ടം കാണാൻ വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് എത്തിയത്. 24 തൃശൂർ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ BC ജോജോ അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അന്ത്യം. കേരളത്തെ പിടിച്ചുകുലുക്കിയ ശ്രദ്ധേയമായ പല വാർത്തകളും പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകനാണ് BC ജോജോ. നാളെ വൈകിട്ട് മയ്യനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. അന്വേഷണാത്മക റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധേയനായ മാധ്യമപ്രവർത്തകനായിരുന്നു BC ജോജോ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് K കരുണാകരന്റെ രാജിയിലേക്ക് നയിച്ച പാമോലിൻ അഴിമതി സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് BC ജോജോയാണ്. മതികെട്ടാൻ കയ്യേറ്റം, മുല്ലപ്പെരിയാർ കരാറിലെ വീഴ്ചകൾ തുടങ്ങി ചർച്ചയായ പല വാർത്തകളും BC ജോജോയിലൂടെ പുറം ലോകമറിഞ്ഞു. കേരള കൗമുദി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. മുല്ലപ്പെരിയാർ കരാർ വാർത്ത അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. മുല്ലപ്പെരിയാറിലേക്ക് വീണ്ടും എന്ന പേരിൽ ഈ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തി പിന്നീട് പുസ്തകവും BC ജോജോ പുറത്തിറക്കി. രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ സംബന്ധിച്ച വാർത്തകളും പലപ്പോഴും BC ജോജോയുടേതായിരുന്നു. വിൻസോഫ്റ്റ് ഡിജിറ്റൽ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ഇന്ത്യയിലെ ആദ്യ വെബ് ടിവികളിലൊന്നായ ഇന്ത്യ പോസ്റ്റ് ലൈവിന്റെ എഡിറ്ററും MDയുമായിരുന്നു. കൊല്ലം മയ്യനാട് സ്വദേശികളായ D ബാലചന്ദ്രൻ, P ലീലാവതി ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഓണററി അംഗമാണ്. നാളെ രാവിലെ 10 മുതൽ 11 വരെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 4-ന് കൊല്ലം മയ്യനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നമസ്കാരം.